പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എലിയ സ്ലീവ മൂശക്കാലങ്ങളുടെ 5-ാമത്തെ ഞായറാഴ്ച, അതിൽ പ്രത്യേകിച്ച് സ്ലീവ കാലത്തിന്റെ 2-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം വന്നിരിക്കുന്നു. കർത്താവിന്റെ ഈ ദിവസം, ഞായറാഴ്ച ദിവസം, നമുക്ക് വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 36 വരെ വാക്യങ്ങളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഈശോയുടെ 2-ാം വരവിനെ കുറിച്ച്, മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിതം. 1-2 പ്രാർത്ഥനാ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. തിരുവചനത്തിൽ പറയുന്നു, അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും, ഭൂമിയുടെ വെളിച്ചമായ മഹാദീപങ്ങളെല്ലാം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാം അണഞ്ഞു പോകുമെന്ന് പറഞ്ഞ് അന്ത്യദിനത്തെ കുറിച്ച് ഈശോ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമി പ്രകാശിച്ച് ജ്വലിച്ച് നിർത്തുന്ന കാര്യങ്ങളൊക്കെ അന്ന് അണഞ്ഞു പോകും, ഇല്ലാതാകും. ഒരർത്ഥത്തിൽ ഓരോ ദിവസവും സ്വർഗോന്മുഖമായ ചിന്തകളുമായി ജീവിക്കുവാൻ ഈശോ നമ്മളെ സഹായിക്കുന്നു. ഈ പ്രകൃതിയും നമ്മളെ അതിനു വേണ്ടി ഒരുക്കുന്നുണ്ട്. ഈശോ അന്ത്യദിനത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ ഈ കാര്യങ്ങളുടെയൊക്കെ ചെറിയ പതിപ്പുകൾ എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സൂര്യൻ ഇരുണ്ടു പോകുന്നു, അല്ലെങ്കിൽ സൂര്യൻ പ്രകാശം തീർക്കുന്നു, സൂര്യന്റെ പ്രകാശം ഇല്ലാതാകുന്നു, കടലിൽ മറയുന്നു എന്ന് നമ്മൾ പറയുന്നു. പ്രഭാതമാകുമ്പോഴേക്കും ചന്ദ്രൻ നമുക്ക് അപ്രത്യക്ഷമാകുന്നു. ആ സമയത്ത് നക്ഷത്രങ്ങളും മറഞ്ഞു പോകുന്നതായി നമുക്ക് തോന്നുന്നു. ഇവയൊക്കെ ഒരുപക്ഷെ നിത്യമായി വരാനിരിക്കുന്ന ആ അവസാനത്തിന്റെ സൂചനകളായി നമുക്ക് ഓരോ ദിവസവും കാണാനും ചിന്തിക്കാനുമായി ദൈവം പ്രകൃതിയിൽ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. സാഹിത്യകാരന്മാർ പറയാറുണ്ടല്ലോ, ചെറിയ മരണമാണ് നമ്മുടെ ഉറക്കം ഓരോ ദിവസവും ഉള്ളത്. അങ്ങനെ നമ്മുടെ അന്ത്യവിധിയുടെ കാലത്തിലേക്ക്, ലോകാവസാനത്തിന്റെ കാലത്തിലേക്കുള്ള സൂചനകൾ ഓരോ ദിവസവും നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഈ ഭൂമിയിലെ ഓരോ കാഴ്ചകളും, ഓരോ ശബ്ദങ്ങളും, ഓരോ സംഭവങ്ങളും ഈശോയുടെ 2-ാം വരവിന്റെ മുന്നോടിയായി നമുക്ക് കാണാനും വായിച്ചെടുക്കാനും വ്യാഖ്യാനിക്കാനും സാധിച്ചാൽ നമുക്ക് യുഗാന്ത്യോന്മുഖമായി ഒരുങ്ങിയ ഒരു ജീവിതമുള്ളവരായിരിക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ അവസാനത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഒരുങ്ങാനായിട്ട് സാധിക്കും. 2-മതൊരു ചിന്ത പ്രത്യേകമായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്, ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈശോ പറയുന്നത്. സൂര്യൻ ഇരുണ്ടുപോകും, ആകാശശക്തികൾ ഇളകും. 2-ാം വരവിന് വേണ്ടിയുള്ള മുന്നോടികളും ഒരുക്കങ്ങളും ഒക്കെയാണത്. എന്നാൽ ഇത്തരം പേടിപ്പിക്കലുകളൊന്നുമില്ലാതെ, വലിയ ശബ്ദഘോഷങ്ങളോ ഭയപ്പെടുത്തലുകളോ ഒന്നുമില്ലാതെ ഒരു 2-ാം വരവ് എല്ലാ ദിവസവും ഈശോ നടത്തുന്നുണ്ട്. അത് വിശുദ്ധ കുർബാനയിലാണ്. വളരെ ശാന്തമായി, വളരെ സൗമ്യമായി നമ്മുടെ ഉള്ളിലേക്ക് രക്ഷകൻ ഈശോ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ കടന്നു വരുന്നുണ്ട്. ഒരു തരത്തിൽ ഒരു 2-ാം വരവ് എന്നും സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മളതിനെ വേണ്ടത്ര ഭക്തിയോടെ, വേണ്ടത്ര പ്രാധാന്യത്തോടെ ഈശോയെ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിത് ആത്മശോധന ചെയ്യേണ്ടത്. 3-മതൊരു കാര്യം നമ്മൾ പ്രത്യേകമായി ഇവിടെ കാണുന്നത്, ഈശോ പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. എന്തൊക്കെ സംഭവിച്ചാലും മാറ്റമില്ലാത്ത ദൈവവചനത്തെക്കുറിച്ച്, ദൈവമെന്ന സത്യത്തെക്കുറിച്ച് ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ പറയുന്നു, എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല, ഇല്ലാതാവുകയില്ല. കടന്നു പോകുന്നത് കാലം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ അപ്രസക്തമാവുമ്പോഴാണ്. ദൈവവചനം ഒരിക്കലും വിലയില്ലാത്തതോ ഫലമില്ലാത്തതോ ആകുന്നില്ല. അത് ഓരോ ദിവസവും ഓരോരുത്തരുടെയും ജീവിതത്തിൽ മൂല്യം കൂടിക്കൂടി വരുന്ന, അർത്ഥം കണ്ടെത്തി വരുന്ന കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശോ പറയുന്നു, എൻ്റെ വചനങ്ങൾ ഒരിക്കലും അർത്ഥമില്ലാതാവില്ല, കടന്നു പോവില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായ ഈ ദൈവവചനത്തെ ഏറ്റവും വലിയ വിലയോടെ നമ്മൾ കാണുന്നുണ്ടോ, മൂല്യമുള്ളതായി കാണുന്നുണ്ടോ, അതനുസരിച്ച് ജീവിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ആത്മശോധന ചെയ്യാൻ കൂടി ഈശോയുടെ ഈ വാക്കുകൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ അനുഗ്രഹീത ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു.
ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ രണ്ടാം വരവിനെ എന്നും ഓർത്ത് പ്രതീക്ഷിച്ചിരിക്കേണ്ടവരാണെന്ന് ഇന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ പ്രകൃതിയിൽ കാണുന്ന ഓരോ കാര്യവും, ഇരുളുന്നതും വെളുക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതുമെല്ലാം അന്ത്യവിധിയുടെ ദിവസത്തിൻ്റെ മുന്നാസ്വാദനങ്ങൾ പോലെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കേണ്ടതാണെന്നും അതിനേറ്റവും പ്രധാനമായി ഒരിക്കലും മാറ്റമില്ലാത്തതായ അങ്ങയുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കേണ്ടവരാണെന്നും ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.